ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഒരു തമിഴ് ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ സിനിമ നോക്കാം നമുക്ക്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തായാലും ഹ്യൂമൻ ട്രാഫിക്കിംഗ് സംഭവങ്ങളാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ നായിക ഒരു ക്യാബ് ഡ്രൈവർ ആയിരിക്കും, ടാക്സി ക്യാബ് ഡ്രൈവർ ആയിരിക്കും. അപ്പം സ്വന്തം മകളുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയായിരിക്കും. പിന്നെ ഭർത്താവിൻ്റെ അമ്മയായിരിക്കും കൂടെ ഉണ്ടാവുക. ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഏർപ്പെടുന്ന ആൾക്കാരായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അതിനുശേഷം നമ്മുടെ നായികയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അതുകൂടാതെ നമ്മുടെ നായകൻ അരുൺ പാണ്ഡ്യനെ അവതരിപ്പിക്കുന്ന നമ്മുടെ നായകൻ എൻ്റെ ഒരു റിവെഞ്ച് കൂടി ഇതിലുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് 3 സബ് പ്ലോട്ടാണ്. 3 സബ് പ്ലോട്ട് കൂടി ഒന്നിച്ച് വന്ന് ചേരുന്ന ഒരു മെയിൻ പ്ലോട്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ സംഭവം എന്നുള്ളത്, സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് ഏകദേശം 2 മണിക്കൂറും 11 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. സിനിമ ഡ്യൂറേഷൻ ഞാൻ പറയല്ലോ, പല സ്ഥലത്തും സീറ്റ് എഡ്ജ് ത്രില്ലർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ലോ ബേൺ ത്രില്ലറാണ്. ഒരു 1.25 മണിക്കൂറുണ്ട്, ഒരു 1.5 മണിക്കൂറുണ്ട്. ശരിക്കും ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന സിനിമകളായിരുന്നു. വെറുതെ കുറേ സീനുകൾ വലിച്ചു വെച്ച്, കുറേ കോമഡിക്ക് വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ട് കുറേ രംഗങ്ങൾ വെറുതെ ചെയ്തു വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ പേര് വരുന്ന അക്കരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്രീൻ പ്ലേ കുറേ സ്ഥലത്ത് സ്ലോ ആയിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് സിനിമ തീർക്കാമായിരുന്നുള്ള 2.5 മണിക്കൂറിൻ്റെ അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാൻ കാരണം മെയിനായിട്ട് അതാണ്. നമുക്ക് എന്താ പറയുക, സംഭവം സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒന്നുകൂടി ഒന്ന് പൊളിച്ചെഴുതി മാറ്റി എഴുതിയിരുന്നെങ്കിൽ നന്നാമായിരുന്നു തോന്നുന്ന ഒരു സിനിമയായിരുന്നു അക്കരം എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ എന്നാലും ജസ്റ്റ് വാച്ചബിൾ, കണ്ടിരിക്കാം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് സമീപിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് അക്കനാണ് ഈ ഒരു സിനിമ ഉള്ളത്. സിനിമയിൽ അരുൺ പാണ്ഡ്യനും അതുപോലെ തന്നെ കീർത്തി പാണ്ഡ്യനാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അരുൺ പാണ്ഡ്യൻ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഉദയ്ക്കയാണ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ചെയ്തതായിരിക്കും.